മണ്ഡലകാല പൂജകൾക്ക് ശേഷം ശബരിമല നട അടച്ചു. മകരവിളക്ക് മഹോത്സവത്തിനായി ഈ മാസം 30-ന് നട തുറക്കും. ശബരിമലയിൽ മണ്ഡലകാല വരുമാനം ഇത്തവണ സർവകാല റെക്കോർഡിലെത്തി. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ 9:50 അയ്യപ്പന്റെ ഉറക്കുപാട്ട് സന്നിധാനത്ത് മുഴങ്ങി. ഭക്തർ തൊഴുകൈകളോടെ നോക്കി നിന്നു. ഹരിവരാസനം പാടി 10 മണിയോടെ നടയടച്ചു. തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ രാവിലെ 10:30-ക്കും 11:30-ക്കും ഇടയിലായിരുന്നു. തന്ത്രി മഹേഷ് മോഹനരുടെയും മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. നടയടയ്ക്കുന്നതിനാൽ പ്രതീക്ഷിച്ച തിരക്ക് സന്നിധാനത്തുണ്ടായില്ല. പരിമിതികൾക്കിടയിലും മികച്ച രീതിയിൽ മണ്ഡലകാലം പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്ന് ദേവസ്വം മന്ത്രി K. രാധാകൃഷ്ണൻ. നമ്മുടെ എല്ലാം പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള ഭക്തരുടെ ഒഴുക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ഒഴുക്കിനും നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഭക്തർക്ക് വരുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള ദർശനത്തിന് വേണ്ടിയുള്ള സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിച്ചു വരുന്നത്. കുറേ കൂടി ഇനി അടുത്ത സീസൺ എന്ന് പറയുന്നത് കുറച്ചും കൂടി തിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. ഈ 30-ാം തീയതി നട തുറക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഭക്തരെത്താൻ സാധ്യതയുണ്ട്. മണ്ഡലകാല വരുമാനത്തിൽ സർവകാല റെക്കോർഡാണ് ഇത്തവണയുണ്ടായത്. നമ്മുടെ ഈ വർഷത്തെ വരുമാനവുമായി കൂട്ടിയെടുക്കുമ്പോൾ ഏതാണ്ട് 241,71,21,711 രൂപ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 18,72,51,461 രൂപ നമുക്ക് അധികമായി കിട്ടിയിരിക്കുകയാണ്. തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന പരാതി ആദ്യം കേട്ടെങ്കിലും അവസാന ദിവസങ്ങളിൽ അത് പരിഹരിക്കാൻ ദേവസ്വം ബോർഡിനും പോലീസിനും കഴിഞ്ഞു. സന്നിധാനത്തെ ഫ്ലൈ ഓവറും നടപ്പന്തലും ഒഴിഞ്ഞു. ഇനി മകരവിളക്ക് മഹോത്സവത്തിനായുള്ള കാത്തിരിപ്പാണ്. ജനുവരി 15-നാണ് ഇത്തവണത്തെ മകരവിളക്ക്. മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ്, 24 സന്നിധാനം.